ഹല്ലേലൂയ. സന്തോഷമുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചാട്ടെ. പുറമേയുള്ള സന്തോഷമല്ല, അകമേ സന്തോഷമുള്ള ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ. അകമേയുള്ള സന്തോഷം എങ്ങനെയാണോ? ആമേൻ. അകമേ സന്തോഷത്തെ നമ്മൾ തുള്ളിച്ചാടും. ആമേൻ. ഇപ്പൊ ഇവിടെ ഒരു പയ്യൻ, നമ്മുടെ കുഞ്ഞു പയ്യനില്ലേ, അവന് നമ്മളിപ്പോ ഒരു ഡയറി മിൽക്ക് മേടിച്ചു കൊടുത്താൽ അവിടെ നിന്ന് തുള്ളും. എന്താ കാര്യം എന്നറിയോ? അവന്റെ ഡയറി മിൽക്ക് കിട്ടുമ്പോൾ അവന്റെ ഉള്ളിലൊരു തീയുണ്ട്. ആമേൻ. അവനൊരു ഗിഫ്റ്റ് കിട്ടുമ്പോ അവൻ ഇവിടെ കൂടെ തുള്ളിച്ചാടും. കാരണം എന്തുവാ? അവൻ ആ ഗിഫ്റ്റ് കിട്ടിയപ്പോ അവന്റെ ഉള്ളിൽ നിന്ന് അവന് സന്തോഷം ഉണ്ടായത്. അവൻ പുറമെയുള്ള സന്തോഷമാണെങ്കിൽ നമുക്ക് അത്രയും പവർ കിട്ടത്തില്ല. പക്ഷെ അകമേ ഒരു സന്തോഷം വെളിപ്പെട്ട് കഴിഞ്ഞാൽ, അകമേ ഒരു ആനന്ദം വെളിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇരിക്കുന്ന ഇട നമ്മൾ മറന്നു ദൈവത്തെ ആരാധിക്കും. ഹല്ലേലൂയ. ആമേൻ. വചനം പറയുന്നു, ഈ അത്യന്ത ശക്തിയുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമാണ്. ആ ദാനം ആമേൻ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെ എങ്ങനെ ഇരുന്ന് ആരാധിക്കത്തില്ല, നമ്മൾ ദൈവത്തെ തുള്ളിച്ചാടി ആരാധിക്കും. ഹല്ലേലൂയ. ആമേ. നമ്മള് ഓരോരുത്തർ ഓരോ ആലയങ്ങളിൽ ചെല്ലുമ്പോ ആമേ അവിടെ ജനം തുള്ളിച്ചാടി ആരാധിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? അവരുടെ ഉള്ളിനകത്തൊരു സന്തോഷമുള്ളത് കൊണ്ടാണ്. അവര് പുറമെ പല ഭാരങ്ങളാലും പല പ്രയാസങ്ങളാലും പല ദുഃഖങ്ങളാലും പല പല ചിന്തകളാലായിരിക്കും വരുന്നത്. പക്ഷെ ഒരു ആരാധനയ്ക്ക് മുട്ടുമുടക്കി അവൻ അപ്പനോട് സംസാരിച്ച് അവൻ തുടങ്ങുമ്പോ അവൻ അവരുടെ ഉള്ളിൽ ഒരു ആനന്ദം അവർക്ക് ഉത്ഭവിക്കും. ആമേൻ. കാരാഗ്രഹത്തിൽ സംഭവിച്ചത് ഇത് തന്നെയാണ്. ആമേൻ. പൗലോസിനെയും ശീലാസിനെയും കൊണ്ടിട്ട് കാരാനാമത്തിലിട്ട് പൂട്ടിയപ്പോഴും അവരുടെ ഉള്ളിലൊരു തീ ഉണ്ടായിരുന്നു, അവരുടെ ഉള്ളിലൊരു സന്തോഷം ഉണ്ടായിരുന്നു. അവരെ കൈകാലം മൊത്തം ആമത്തിൽ ചെങ്ങലകളല്ല അവൻ പൂട്ടിയിട്ട് അവസ്ഥയാണ്. വേദന അനുഭവമാണെങ്കിൽ, അടിയുടെ വേദന അനുഭവമാണെങ്കിൽ അവൻ അവരതിനെ കാര്യമാക്കിയില്ല. അവരുടെ ഉള്ളിലൊരു തീ ഉണ്ടായിരുന്നു, അവരുടെ ഉള്ളിൽ ആനന്ദം ഉണ്ടായിരുന്നു, അവരുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ ദൈവത്തെ ആരാധിച്ചു. അവർ ആരാധി മുടങ്ങിയപ്പോ അവൻ അടിസ്ഥാനങ്ങൾ ഇല്ലെങ്കിൽ ഉള്ളിൽ ഒരു ആനന്ദത്തോടെ ഒരു സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറായ അവൻ നിന്റെ അലട്ടിയിരിക്കുന്ന സകല വിഷയങ്ങളെ അടിത്തറയുന്നതും. വിഷയത്തെ കണ്ട് ഭാരപ്പെടരുത്, വിഷയത്തെ കണ്ട് ആനന്ദിക്കണം, വിഷയത്തെ കണ്ട് കണ്ണുനിലടിക്കരുത്, വിഷയത്തെ കണ്ട് സന്തോഷിക്കാം. ആ വിഷയം നിന്റെ മുമ്പിൽ അടിത്തറ പറയും. ആരെല്ലാം തള്ളിന്ന് പറഞ്ഞാൽ, ആരെല്ലാം ഉപേക്ഷിച്ച് പറഞ്ഞാല് ദാവീദിന് അതൊരു വിഷയമല്ലായിരുന്നു. ആമേൻ. ദാവീദിനെ നോക്കിക്കഴിഞ്ഞാൽ അവൻ ദാവീദിന് പ്രത്യേകം അവൻ ഫുൾ ടൈം ആരാധിക്കുക. ആമേൻ. അവന്റെ വീട്ടിൽ അവന്റെ തള്ളിക്കാണ് സഹോദരങ്ങൾക്ക് അവന്റെ വിലയില്ല, മാതാപിതാക്കൾക്ക് അവനൊരു വിലയില്ല, അവന്റെ ചാർച്ചക്കാർക്ക് അവനൊരു വിലയില്ല. എല്ലാവരും ദുഷിക്കപ്പെട്ട് നിന്ദിക്കപ്പെട്ടാകാം. പക്ഷെ വനാന്തരത്തിൽ തള്ളിവിട്ട അവസ്ഥയിൽ അവൻ ആനന്ദിച്ചു. ആമേൻ. ആ വനത്തിലാണെന്നുള്ള ചിന്തയില്ലായിരുന്നു അവന്. അവനൊരു അവനൊരു സ്റ്റേജിൽ ആരാധിക്കുന്ന അനുഭവം. ആടുകളെ കഴിച്ചിട്ടുണ്ടാ വനാന്തരത്തിലാണ്. പക്ഷേ അവന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവന്റെ വിഷയത്തെ നോക്കി കരഞ്ഞില്ല. നമ്മളാണ് എന്ത് ചെയ്യും? ഒരു ഭാരം കയറി വരുമ്പോ ഒരു സൈഡിൽ ചെന്നിരുന്ന് കരച്ചില്ല, ഒരു പ്രയാസം കയറി വരുമ്പോ കരച്ചില്ല. പക്ഷെ ദാവീദ് കരയല്ല ചെയ്തത്, ദാവീദ് ദൈവത്തെ സ്തുതിക്കാൻ ചെയ്തത്. ദാവീദ് ദൈവത്തെ സ്തുതിച്ചപ്പോ അവന്റെ അവസ്ഥയ്ക്ക് മാറ്റാൻ വന്നു. ദാവീദ് ദൈവത്തെ ആരാധിച്ചപ്പോ, സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചപ്പോ, സന്തോഷത്തോടെ ദൈവത്തെ ആരാധിച്ചപ്പോ അവന്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നുവെങ്കിൽ ഇന്ന് രാത്രി ദൂതനെ വിളിച്ചു പറയാ, നീ ആനന്ദത്തോടെ ദൈവത്തിന് മുമ്പിൽ ആരാധിക്കാൻ തയ്യാറായ, സന്തോഷത്തോടെ ദൈവത്തിന് മുമ്പിൽ ഇരുന്ന് സ്തുതിക്കാൻ തയ്യാറായ നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും. ഉടരാതെ എത്ര പേര് വിശ്വസിക്കാം? എന്റെ ആനന്ദമാണ്. പിശാച് പറയാ, എടാ നീ അവസാനിച്ചു. പിശാച് പറയാ, എടാ നിന്റെ മുമ്പിലെ ഒരു വിഷയം നീ മുമ്പോട്ട് പോകത്തില്ല. ചെങ്കളൻ അനുഭവം നീ മുമ്പോട്ട് പോകത്തില്ല. കുറെ മറുപടിയില്ല, നീ മുമ്പോട്ട് പോകത്തില്ല, നീ അവസാനിച്ചു. പക്ഷേ
പക്ഷെ മോശ ഇതെല്ലാം കേട്ട് മോശ കരഞ്ഞില്ല. അവൻ ദൈവത്തോട് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞ കാര്യമുണ്ട്. എടാ, നിന്റെ കയ്യിലല്ലേ അധികാരം ഇരിക്കുന്നത്. പലപ്പോഴും നമ്മൾ മറന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ഒരു അധികാരമുണ്ട്. ഇത് നമ്മൾ മറന്നു പോവുക. ഇത് വിഷയത്തേക്ക് നോക്കി നീ കരയുമ്പോ നീ ഒരു കാര്യം ചിന്തിക്കുക, നിന്റെ ഒരു അധികാരം ഇരിപ്പുണ്ട്. ചെങ്കടലോട് രണ്ടാമത് പറഞ്ഞാൽ രണ്ടാമത് അധികാരം കയ്യിലിരിപ്പുണ്ട്. പാറയടിച്ചാൽ പാറ പിളർന്ന വെള്ളം വരുന്ന അധികാരത്തിന് കയ്യിലിരിപ്പുണ്ട്. ഈ അധികാരം കയ്യിലുള്ളപ്പോ നമ്മൾ ഇതിനെ നോക്കാത്ത നമ്മുടെ പല വിഷയങ്ങളെയും പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ പല വിഷയത്തിനും പതത്തിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ അധികാരത്തെ മനസ്സിലാക്കേണ്ട രീതി മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഹല്ലേലൂയ. എന്റെ വിഷയം ഇതൊന്നുമല്ല. തന്നത് മാത്രം പറഞ്ഞതേ ഉള്ളൂ. അത്ഭുത ചിന്തയ്ക്കായി അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 13:22. അവനെ നീക്കിയിട്ട് ദാവീദിന് എന്ത് ചെയ്തു? രാജാവായിട്ട് വാഴിച്ചു. ഹല്ലേലൂയ. എത്ര പേര് സന്തോഷിക്കുന്നു? ഇതിപ്പോ രാത്രിയില് തമ്പുരാൻ ചിലരോട് പറയാ, ചിലരെ നീക്കിയിട്ടാ ഇങ്ങനെ രാജാവായിട്ട് വാഴിക്കാൻ പോകുക. എത്ര പേര് വിശ്വസിക്ക? എന്നെ തമ്പുരാൻ രാജാവായിട്ട് വാഴിക്കാൻ പോകുക. ദാവീദ് അതുവരെ എവിടെ കിടക്കുക? വനാന്തരത്തില്ല, ആടിനെ മേയിച്ചോണ്ടിരിക്കുക. പക്ഷേ ദാവീദിന് ഒരു ആലോചന കണ്ടോ? എടാ, ദാവീദ് രാജാവാ. അവന്റെ കണ്ടവരെല്ലാം പറയും അവൻ ആട്ടിടയൻ മാത്രമാണ്, അവൻ ആടിനെ മേയ്ക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ ഇത് പൽക്കാല തമ്പുരാൻ വിളിച്ചു പറയുക, നീ ആട്ടിടയനല്ല, നീ രാജാവാ. ഹല്ലേലൂയ. ദാവീദിന്റെ ആനന്ദത്തിന്റെ ഒന്നാമത്തെ റിസൾട്ട് ഇതാ, അവൻ രാജാവായിട്ട് വാഴാൻ പോകുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ദാവീദിന്റെ ചരിത്രം വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ആ വനാന്തരത്തിൽ ആടിനെ മേയ്ക്കുന്ന അവസ്ഥയാണ്. അവന്റെ സഹോദരങ്ങളൊക്കെ എവിടെയാ? സൗളിന്റെ കൊട്ടാരത്തിന്, ആർമിയിലാണ്. ഇവ മാത്രമേ ഉള്ളൂ ആർക്കും എന്തെങ്കിലും ഗുണമില്ലാതെ. നമ്മുടെ ഭാഷ പറഞ്ഞാൽ ആർക്കും ഗുണമില്ലാത്ത ഏറെ കിടക്കുന്ന ഒരു ആൾ തന്നെ ദാവീദാണ്. പക്ഷെ ആ ദാവീദിനെ തമ്പുരാൻ രാജാവായിട്ട് വാഴിച്ചത്. ഇത് പകൽ രാത്രിയില്ല. നിന്നെ കൊണ്ട് ആരാണ് നിന്നെ കൊണ്ട് ഒരു ഉപയോഗമില്ല. നീ ഒരു സൂര്യനെ, നീ തള്ളപ്പെട്ടവനെ, നീ നിന്ദിക്കപ്പെട്ടവനാ എന്ന് പറഞ്ഞാൽ നിന്നെ മാറ്റി നിർത്തിയിരിക്കുന്നതാ. തമ്പുരാൻ പറയുക, നിന്നെ മാറ്റി നിർത്തി, ലോകം മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ നീ രാജാവായിട്ട് മുമ്പിൽ വരാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഒന്ന് സമൂഹന്റെ പുസ്തകം അതിന്റെ 16-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യം ഒന്ന് വായിക്കാവോ? 1 സമൂഹം 16. അവന്റെ മക്കളിൽ ഞാൻ രാജാവിനെ കണ്ടിരിക്കുന്നു. മതി നമുക്ക് അവിടെ ഒരു ആലോചന കിടപ്പുണ്ട്. ഇസ്രായേലിന്റെ ഭവനത്തിൽ ഞാൻ ആരെ കണ്ടിട്ടുണ്ട്? ഒരു രാജാവിനെ കണ്ടിട്ടുണ്ട്. അവിടെ വേറെ ആർക്കും ഒരു രാജാവിനെ കാണാൻ സാധിക്കില്ല. പക്ഷേ തമ്പുരാൻ എന്ത് ചെയ്തു? ഒരു രാജാവിനെ ഇസ്രായേലിന്റെ കുടുംബത്തിൽ കണ്ടുവെങ്കിൽ. ഇത് രാത്രികാലം ഞാൻ ദൂതന്റെ വിളിച്ചു പറയാം, നിന്റെ കുടുംബത്തിൽ ഒരു രാജാവിനെ തമ്പുരാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിച്ചു? എന്റെ കുടുംബത്തിൽ ഒരു രാജാവിനെ എന്റെ കുടുംബത്തിന്
എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് ആരാലും കാണാതെ വനാന്തരത്തിൽ കിടക്കുന്ന എന്നെ രാജാവായിട്ട് കണ്ടൊരു ദൈവം. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ ഭവനത്തിൽ ഒരു രാജാവിനെ ഞാൻ കണ്ടിരിക്കുകയാണ്. സൗലിനെ നീക്കി ഒരു രാജാവിനെ ഇസ്രായേലിന്റെ കുടുംബത്തിൽ, ഇസ്രായേലിന്റെ ഭവനത്തിൽ ഒരു രാജാവിനെ ഞാൻ കണ്ടിരിക്കുകയാണ്. അവൻ അതിന്റെ 7ാമത്തെ വാക്യം വായിച്ച്, അതിന്റെ 7ാമത്തെ വാക്യം, അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, മനുഷ്യൻ നോക്കുന്നത് പോലല്ല, അമ്മേ ഏറ്റെടുക്കണോ, ഏറ്റെടുത്തോ. മനുഷ്യൻ മുഖത്തെ നോക്കുമ്പോൾ തമ്പുരാൻ നിന്റെ ഹൃദയത്തെ ഇന്ന് രാത്രി കാണുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? അമ്മേ, ലോകം എന്റെ മുഖത്തെ കണ്ടപ്പോൾ, ലോകം എന്റെ കണ്ണിനെ കണ്ടപ്പോൾ, ലോകം എന്റെ ഭൗമികമായിട്ടത് കണ്ടപ്പോൾ എന്റെ ഹൃദയത്തെ കണ്ടൊരു തമ്പുരാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മേ, ദാവീദിനെ അമ്മേ രാജാവായിട്ട് വാഴിക്കുന്നപ്പോ അമ്മേ ഇസ്രായേലിന്റെ ഭവനത്തില് അവരുടെ സഹോദരന്മാർക്ക് നല്ല വണ്ണവും ശരീരവും തടിയൊക്കെ ഉണ്ട്. അമ്മേ, ആ വാക്യം താട്ട് വായിക്കുമ്പോൾ നല്ലൊരു ആലോചന അവിടെ കിട്ടുന്നുണ്ട്. അത് വായിച്ചേ, എല്ലാവരോട് വായിച്ചേ. ഇസ്രായേൽ എന്ത് ചെയ്തു? അവന്റെ മുമ്പത്തെ 7 മക്കളെ കൊണ്ട് അമ്മയെ എന്ത് ചെയ്തു? കൊണ്ട് നിർത്തി. പക്ഷേ നമ്മനവർ ആരെയും എന്ത് ചെയ്തില്ല? തെരഞ്ഞെടുത്തില്ല. അവൻ ആടുകളെ വേയിക്കുകയാണ്. ആമേ. ആദ്യം ഇസ്രായേൽ എന്ത് ചെയ്തു? അവന്റെ മൂത്ത 7 പുത്രന്മാരെ കൊണ്ട് നിലനിർത്തി. ആമേ. തമ്പുരാൻ ഇവർ ആരെയും കണ്ടില്ല കേട്ടോ. ഇസ്രായേൽ കണ്ടത് ഇവരെയാ, ലോകം കണ്ടത് ഇവരെയാ. പക്ഷെ തമ്പുരാൻ കണ്ടത് ഇവരെ ആരെയും അല്ല. ഇത് രാത്രികാലം നമ്മെ വിളിച്ചു പറയാ, നിന്നെ എങ്ങോട്ടെങ്കിലും തമ്പുരാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്, നീ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഇരുത്തിട്ടുണ്ടെങ്കിൽ നീ ഓർത്തോ, തമ്പുരാൻ നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. നിന്റെ മേൽ തമ്പുരാൻ ഒരു സെലക്ഷൻ കിടപ്പുണ്ട്. തമ്പുരാൻ നിന്നെ തെരഞ്ഞെടുത്തത് കൊണ്ടാണ് നിന്നെ മാറ്റി നിർത്തിയിരിക്കുന്നത്. അവന്റെ 8 മക്കളിൽ നിന്ന് അവൻ ദാവീദിനെ മാത്രം മാറ്റി നിർത്തേണ്ട കാരണം എന്ന് പറഞ്ഞാൽ, ദാവീദിനെ തമ്പുരാൻ തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന, ദാവീദിന്റെ മേൽ തമ്പുരാൻ ഒരു അഭിഷേകം പകർന്നിരിക്കുക. ദാവീദിനെ തമ്പുരാൻ കണ്ടത് ഒരു രാജാവായിട്ടാണ്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു? അമ്മേ, എന്നെ തമ്പുരാൻ മാറ്റിയത് എന്നെ തള്ളിക്കളഞ്ഞതല്ല, എന്നെ മറ്റുള്ളവരിൽ തന്നെ മാറ്റി നിർത്തിയത്, എന്നെ ഉപേക്ഷിച്ചതല്ല. അമ്മേ, എന്റെ മേൽ ഒരു സ്പെഷ്യൽ അനൗണ്ടിങ് തമ്പുരാൻ ചെയ്തിരിക്കുകയാണ്. അമ്മേ, അമ്മേ, അമ്മേ. ആർക്കൊരു സന്തോഷമില്ലല്ലോ? അമ്മേ, ആർക്കൊരു സന്തോഷമില്ലല്ലോ? എന്ത് പറ്റി? അമ്മേ, തമ്പുരാൻ പറഞ്ഞിട്ടുണ്ടോ, ഇത് 7 മക്കളെ ഞാൻ കണ്ടിട്ടില്ല, ഇത് 7 മക്കളെ തെരഞ്ഞെടുത്തിട്ടില്ല. ഞാൻ തെരഞ്ഞെടുത്ത വനാന്തരത്തിൽ നിൽക്കുകയാണ്. താഴോട്ട് വായിച്ചേ. ആ ആ വന്നിട്ടല്ലാതെ ഞാൻ എന്തേ ഇരിക്കത്തില്ല? പന്തയിൽ ഇരിക്കത്തില്ല. ഇത് പകൽക്കാലം തമ്പുരാൻ വിളിച്ചു പറയാം, വനാന്തരത്തിൽ കിടക്കണം, നിന്നെ വിളിച്ച് വരുത്തിയിട്ടല്ലാതെ ഒരുത്തനും അവൻ പന്തിക്ക് ഇരിക്കത്തില്ല. വിളിച്ച് വരുത്തിയിട്ടല്ലാതെ ഞാൻ എന്ത് ചെയ്യത്തില്ല? പന്തിയിൽ ഇരിക്കത്തില്ല. വനാന്തരത്തിൽ കിടക്കാനല്ല നിന്നെ കണ്ടത്. നിന്റെ ജീവിത അവസാനം വരെ വനാന്തരത്തിൽ തള്ളിക്കളയാനല്ല തമ്പുരാൻ വിളിച്ചത്.
ആമേൻ. നിന്റെ മേലൊരു അഭിഷേകം തമ്പുരാൻ ഇന്ന് രാത്രി കാലം പകരാൻ പോകുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? ഇന്ന് രാത്രി തമ്പുരാന്റെ മേലൊരു അഭിഷേകത്തിന്റെ തൈലം പൂശാൻ പോകുകയാണ്. ഒരു അഭിഷേകത്തിന്റെ തൈലം എന്റെ മേൽ തമ്പുരാൻ ഒഴിക്കാൻ പോകുകയാണ്. ആമേൻ. ലോകം കണ്ടതുപോലുള്ള അതല്ല. ലോകം ആമേൻ തണ്ടൻ താടിയ സൗന്ദര്യം നോക്കുമ്പോ എന്റെ ഹൃദയത്തെ കണ്ടൊരു തമ്പുരാൻ വിളിച്ചു പറയുകയാ, എന്നെ അഭിഷേകം ചെയ്യാൻ പോകുകയാ. എന്നെ രാജാവായിട്ടാ, ആമേൻ, എന്നെ രാജാവായിട്ടാ അഭിഷേകം ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. നിന്റെ ഇളയ മകനെ വരുത്തിട്ടല്ലാതെ എന്ത് ചെയ്യുന്നില്ല, പന്തിയിലിരിക്കത്തില്ല. ആമേൻ. താഴ്ത്ത് വായിച്ചത് ഇതിന് തുറക്ക വായിച്ച പവിഴ നിറമുള്ളവന് ഇവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെയാകുന്നു. ഹല്ലേലൂയ. ഇവൻ തന്നെയാകുന്നു. വനാന്തരത്തിൽ ആടിനെ മേയിച്ചോണ്ടിരുന്നവനെ വിളിച്ചു വരുത്തിയിട്ട് തമ്പുരാൻ പറയുകയാ, ഞാൻ കണ്ടത് ഇവനെ തന്നെയാ. ഞാനിവന്റെ മറ്റു മക്കളെ കണ്ടില്ല. ഞാൻ കണ്ടത് വനാന്തരത്തിൽ ആടിനെ മേയിച്ചോണ്ടിരുന്ന ഇവനെയാ കണ്ടത്. എന്താ കാരണം അറിയാമോ? മറ്റുള്ളവരെ ആർമിയിൽ ജോലി ചെയ്യുമ്പോ ദാവീദ് വനാന്തരത്തിൽ തമ്പുരാനെ ആരാധിക്കുക ചെയ്യുന്നത്. എല്ലാരും വലിയ പൊസിഷനിൽ നിൽക്കുന്നത് കണ്ടപ്പോ ദാവീദിന്റെ 7 സഹോദരങ്ങള് മിലിറ്ററിയിൽ വലിയ സ്ഥാനത്ത് നിൽക്കുന്ന കണ്ടപ്പോ എല്ലാരും വിചാരിച്ചു ഇവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ലോകം പറഞ്ഞ ഇവർ 7 പേർ അനുഗ്രഹിക്കപ്പെട്ടവര്. പക്ഷേ തമ്പുരാൻ കണ്ടത് 7 പേരെ അല്ല കണ്ടത്. തമ്പുരാൻ വനാന്തരത്തെ ആടിനെ മേയിച്ചോണ്ടിരിക്കുന്ന ദാവീദിനെ, വനാന്തരത്തിൽ ആടുകളെ മേയിച്ചോണ്ടിരിക്കുന്ന ദാവീദിനെ തമ്പുരാൻ എന്ത് അഭിഷേകം ചെയ്യാനായിട്ട് രാജാവായിട്ട് തെരഞ്ഞെടുക്കാൻ തമ്പുരാൻ കണ്ടത് വനാന്തരത്തെ ആടിനെ മേയിച്ചോണ്ടിരിക്കുന്നവന്. ഹല്ലേലൂയ. വർഷങ്ങളായിട്ട് ദാവീദിന്റെ ജോലി ആടിനെ മേയ്ക്കുക എന്നുള്ളത്. വർഷങ്ങളായിട്ട് ദാവീദിന്റെ ജോലിയാണ് അപ്പന്റെ ആടുകളെ മേയ്ക്കുക, വനാന്തരങ്ങളിൽ ഇരിക്കുക എന്നുള്ളത്, അപ്പന്റെ ആടുകളെ നോക്കുക എന്നുള്ളത്. പക്ഷേ ഇത് പകൽക്കാലം ഇത് സ്ഥിതിക്ക് തമ്പുരാൻ മാറ്റാൻ വരുത്തുകയാണ്. ഇത്ര നാളെ ദാവീദിന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ വനാന്തരമായിരുന്നുവെങ്കിൽ ഇത് പകൽ രാത്രികാലം തമ്പുരാൻ വിളിച്ചു പറയാ, ദാവീദ് നിന്റെ സ്ഥിതിയെ ഞാൻ മാറ്റാൻ പോകുകയാ, നിന്റെ സ്ഥാനത്തെ ഞാൻ മാറ്റാൻ പോകുകയാ. നിന്റെ കുടുംബത്തിൽ നിന്നാ, നിന്റെ ചാർച്ചക്കാരിൽ നിന്നാ, നിന്റെ സഹോദരങ്ങളിൽ നിന്നാ, നിന്റെ കൂട്ടുകാരിൽ നിന്നാ ആർക്കും കിട്ടാത്ത ഒരു മനുഷ്യന് കിട്ടുന്ന അനുഗ്രഹമാ ദാവീദേ നിന്റെ മേലെല്ലാം ചൊരിഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ ദാവീദിന്റെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന അനുഗ്രഹം. ഇനി ഞാൻ എന്റെ ചിന്തയിൽ വന്നൊരു കാര്യം ഞാൻ പറയാം. ദാവീദിന് വനാന്തരത്തിൽ ആടുകളെ മേയ്ക്കാൻ പറ്റുന്ന റീസൺ ഉണ്ട്. കാരണം രാജാവായിട്ട് ദാവീദിനെ കണ്ടിരിക്കുന്നത്. രാജാവിന്റെ ജോലി എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല, ജനത്തെ മേയ്ക്കുക എന്നുള്ളതാണ്. പിടിക്കാൻ വരുന്ന ശത്രുവിന്റെ കയ്യിൽ എന്ത് ചെയ്യണം? ജനത്തെ രക്ഷിക്കണം.